ഇപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു ഒരു എന്താ ഒരു അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് എത്രമാത്രം അത് ശുഭകരമാണ്? ഇതിപ്പോൾ എന്തായാലും മെയ് 4 നമ്മൾ ഉറപ്പായിട്ടും അധികാരത്തിലെടുക്കും. അത് കഴിഞ്ഞ് കോൺഗ്രസ്സിനൊരു പ്രത്യേക കോൺഗ്രസിൻ്റെ രീതി എന്ന് പറയുന്നത് ഒരിക്കലും മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് വരുന്നൊരു രീതിയില്ല. അത് കഴിയുമ്പം കോൺഗ്രസിൻ്റെ നേതൃത്വം, ലീഡർഷിപ്പ് അതിന് ഉത്തമമായ തീരുമാനമെടുക്കും. എന്തായാലും UDFിൽ നിന്നാണ് മുഖ്യമന്ത്രി എന്നുള്ളത് ഉറപ്പാണ്. ഇവർ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് UDFിൻ്റെ ആളുകളുടെ പേരാണല്ലോ വരുന്നത്. ഒരിക്കലും LDFിൻ്റെ ആളുകളുടെ ഒരു ചർച്ച അതിലേക്ക് വരുന്നില്ല. LDFിൻ്റെ കാര്യത്തിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയ മുഖ്യമന്ത്രി ആരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, പിണറായി വിജയനായിരിക്കും. അല്ല, അപ്പം എന്നാലും പക്ഷേ അത് മുമ്പോട്ട് വരുന്നു പോലുമില്ല. UDFിൻ്റെ സ്ഥാനാർത്ഥികളുടെ പേരാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പം എന്തായാലും UDFിൽ നിന്ന് മുഖ്യമന്ത്രി വരുമെന്നുള്ളത് ഉറപ്പാണ്. യാതൊരു വിധമായ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിൻ്റേതായ രീതിയുണ്ട്. UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിനൊരു തീരുമാനം ഉണ്ടാകും. യാതൊരു തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തിരിക്കും. പുറത്ത് പറയാൻ താല്പര്യമില്ലെങ്കിലും മറിയയ്ക്കും അതിലൊരു ചോയ്സ് ഉണ്ടോ, ആരാവണം മുഖ്യമന്ത്രി എന്നുള്ളത്? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യമില്ല. എല്ലാവരും വളരെ സമുന്നതരായ നേതാക്കളാണ്. UDFിൽ എല്ലാവരും നല്ല പ്രമുഖരായ സ്വാധീനമുള്ള നേതാക്കളാണ്. അതിലേറ്റവും ബെസ്റ്റ് ചോയ്സിനെ പാർട്ടി നേതൃത്വം തന്നെ തിരഞ്ഞെടുക്കും.